വേങ്ങരയിൽ ഷാജിയുടെ ലീഡ് 30,325. അതൊരു പോരായ്മയോ? ഇങ്ങനത്തെ ഒരു ചോദ്യം വരാൻ കാരണം തൊട്ടടുത്ത തിരുരങ്ങാടിയില് 60,000, തൊട്ടിപ്പുറത്തുള്ള മലപ്പുറത്ത് 85,000, രണ്ടിന്റെ അടിയുള്ള വേങ്ങരയില് 30,325. വേങ്ങര പറഞ്ഞാൽ ഈ രണ്ട് മണ്ഡലത്തിനാട്ടിൽ പാട്ടിന്റെ സൂപ്പർ സ്റ്റാർ പദവിയുള്ള മണ്ഡലമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ചോദ്യം വരും. കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞാലിക്കുട്ടി സാഹിബിന് 30,596. അപ്പൊ നമ്മൾ 2021 നോക്കാം. UDF 70,381 വോട്ട്, LDF 39,785, സഭാവിന് 11,255. പക്ഷെ ഇപ്രാവശ്യം UDF 90,863 വോട്ട് എന്ന് പറഞ്ഞ 25,000 വോട്ടിന്റെ കൂടുതൽ കാണിക്കുന്നുണ്ട്. LDF 39,000, ഏകദേശം 40,000 ഉള്ളത് 65,000 എന്ന് പറഞ്ഞാല് 25,000 വോട്ട് കൂടിയിരിക്കണേ. പക്ഷെ അവിടെ വേറെ വിഷയമുണ്ട്. ഈ 11,000 39,000 കൂടെ കൂടിയതിന് ശേഷമാണ് ഈ 65,000 എന്ന് പറയുമ്പോൾ 15,000 വോട്ടാണ് ശരിക്ക് LDF കൂടിയിട്ടുള്ളത്. UDF 25,000 വോട്ട് കൂടി. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ചുകൊണ്ടുള്ള എന്താണ് ഈ ഒരു ഭൂരിപക്ഷത്തിന്റെ കുറവാണ്. അല്ലെങ്കിൽ സുഡാപ്പികൾ വേറെയും LDF വേറെ നിന്നെങ്കിൽ ഏകദേശം ഒരു 10,40,000 വോട്ടിന്റെ ലീഡ് ഉണ്ടാകുമായിരുന്നു. പിന്നെ പലരും ബൂത്തുകളൊക്കെ പരിശോധിച്ചിട്ട് കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള ചില ബൂത്തുകളിലൊക്കെ, അതായത് കോൺഗ്രസിന്റെ മെമ്പർമാരുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന് അത്യാവശ്യം 400ഉം 250ഉം വോട്ട് പഞ്ചായത്ത് ഇലക്ഷനിൽ കിട്ടിയ സ്ഥലത്ത് മൈനസൊക്കെ പോയിക്കണം ഷാജി. അതിപ്പോ നഗർ പഞ്ചായത്തിലെ ചണ്ടപ്രായ ബൂത്ത് 20, കൊളപ്പുറം സൗത്തിന്റെ ചില നോർത്തിന്റെ ഒക്കെ അടിയുള്ള ചില ബൂത്തുകളിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് വളരെ വിശദമായിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോ കോൺഗ്രസ് കാല് വാരിയതൊന്നുമല്ല. കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും UDF തന്നെയാണ് വോട്ട് ചെയ്തുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും. പക്ഷെ ചില വോട്ടുകളൊക്കെ അനുഭാവികളായ ചില വോട്ടുകളൊക്കെ ലീഗിന് കിട്ടാതെ, UDF കിട്ടാതെ പോയിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. അതിലൊരു സംശയമില്ല. അപ്പോ പിന്നെ പ്രത്യേകിച്ച് എല്ലാവർക്കും സുഡാപ്പി CPIM സഖ്യത്തിന്റെ ഏക സ്ഥാനാർത്ഥി എന്ന്, അതായത് സുഡാപ്പികളുടെ SDPന്റെ ഭാഗത്തുള്ള ഏക സ്ഥാനാർത്ഥി, കേരളത്തിലെ ഏക സ്ഥാനാർത്ഥിയായിരുന്നു ഇദ്ദേഹം സഭ കൊണ്ടുപോയേക്കല്. ബാക്കിയുള്ളവർക്കൊക്കെ CPM അവരും പരസ്പരം ഒറ്റക്കൊറ്റക്കാണ് മത്സരിച്ചത്. മങ്കടയിലും ഏകദേശം ആ ഒരു രൂപമായിരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതാണ്. അപ്പൊ നമ്മള് ഇലക്ഷന്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഷാജി 30,000 ലീഡ് ലീഗിന്റെ പരിപാടി നിർത്തി പോകുന്നു പറഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇടതുപക്ഷം 105 സീറ്റ് വരെ തോൽക്കുന്നു പറഞ്ഞാണ് ആ ഒരു വീഡിയോ ചെയ്തതിന്. അതൊക്കെ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ചെയ്തുകൊണ്ട് എന്താ വെച്ചാല് ആളുകൾക്ക് വിശ്വാസക്കുറവ് വന്നുകൊണ്ട് ചാനൽ റീച്ച് പോയി. കാരണം അങ്ങനെ സംഭവിക്കില്ല എന്നാണ് വിചാരിച്ചു. ലീഗരും കോൺഗ്രസ്സുകാരും വരെ വിചാരിച്ചു. ഏതായാലും ഇപ്പൊ ചാനൽ തിരിച്ചു വരുന്നുണ്ട്. അത് സത്യമായി പുലർന്നുകൊണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.